എൻ്റെ ദൈവമേ താഴെ പോയില്ല, ഞാൻ കയ്യിലിരുന്നോളൂ, ഭഗവാൻ എങ്ങനെയെങ്കിലും ഇത് രക്ഷിച്ചെടുക്കും എന്നിങ്ങനെ വിശ്വാസത്തിലിരിക്കുക. ഓടി അടുത്ത് എന്താ ഈ അടുത്ത പരിപാടി, ഇതെവിടെ കൊണ്ട് കളയണ്ടേ, കളയാനൊക്കുകയില്ല, താഴെ വീഴാനൊക്കുകയില്ല, അതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പതി ഇതൊക്കെ പിടിക്കാനൊരുങ്ങി. ഭാര്യ അപ്പുറം നിൽപ്പുണ്ട്, അല്ല പാർവതി ദേവി അവിടെ നിൽപ്പുണ്ട്. എന്നതാ ചേട്ടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഓടി വന്ന് സ്നേഹത്തോടെ ഒരു തലോടിച്ച് അല്ല രതിയെ പോലെ ആക്കാൻ പോവാണെന്നാ ചോദിച്ചത്. അതെ രതി എന്നറിയോ? ഒരു വിധവയാണ് രതി. ഭഗവാൻ വിധവയാക്കിയതാ. ആരെന്നറിയോ? കത്തിച്ച് കളഞ്ഞ ഒരുത്തിനെ. ഭഗവാനെ ഒരു ചെറിയ വേല വെച്ച് കുഴി ചാടിച്ചത് കൊണ്ട് ആളെ ഭസ്മമാക്കി വിട്ടു. തൃക്കണ്ണ പ്രധാനറിയോ? കാമദേവൻ ഭഗവാനെ കൊണ്ട് കുഴി ചാടിച്ചു. ഭഗവാൻ പോലും വീഴുകയും, പക്ഷെ കൃഷ്ണൻ എടുത്ത പണി നടന്നില്ല. അവരെയും കാമദേവനെയും വിജയിച്ചവരാണ് കൃഷ്ണൻ. അതാണ് ഭാഗവതം പറയുന്നത്, പുരാണം പറയുന്നത്. ചില ഞങ്ങളന്മാരൊക്കെ അവിടെ അതൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മൾ ഈ ചിരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് കഥ അതാണ്, പുരാണ കഥ അതാണ്. കാമദേവന്റെ ഭാര്യയാണ് രതി. ആ രതിയെ പോലെ എന്നെ ആക്കുകയാണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ, അങ്ങ് വിഷം കുടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും, ഞാൻ വിധവയാകും, എന്തിനായി വെറുതെ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുമെന്ന് ചോദിക്കുക. ഇത് വായിലോട്ടം കഴിച്ചു. ഭാര്യ ഒന്ന് തടസ്സം പറഞ്ഞുകൊണ്ട് വായിലോട്ടം കഴിച്ചു. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തലോടിക്കൊണ്ട് എന്തിനാ ഇറങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ചിതങ്ങോട്ട് വിഴുങ്ങാൻ ഒരുങ്ങി ഒരു ഒറ്റ ഞേക്കാ കഴുതിന് വെച്ചു കൊടുത്ത് ഇത് ഇറങ്ങിപ്പോയി ഒറ്റയും കേട്ടു. ചേട്ടാ ഇത് ഒരു തരത്തിൽ അതിന് വയറ്റിനകത്ത് ഇത് പോട്ടെ, അവിടെ കിടന്നോളൂല്ലോ. കാരണം സർവ്വവിഷവും എല്ലാ വിഷവും ഇതിൻ്റെയും ഉത്ഭവം ഒക്കെ ഈ ദേവന്മാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്ത കിടക്കുന്ന വിഷം മാത്രം മതിയല്ലോ ഭഗവാന്റെ. അപ്പം ഈ വിഷമൊന്നും ഭഗവാൻ ഏക്കില്ല, നമ്മളെ കിടന്നോളൂല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരുന്ന മഹാവിഷ്ണു വിഷമത്തിലായി. കുത്തിങ്ങി ഇങ്ങോട്ടെങ്ങാനും ഛർദ്ദിച്ചു പോയെങ്കിലോ എന്ന് വിചാരിച്ച് മഹാവിഷ്ണു വന്ന് നോക്കിയപ്പോൾ ഒന്നും ചെയ്യാൻ ഒരു മാർഗവുമില്ല. കഴുത്തിനെയൊക്കെ പിടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് വരാനൊരുങ്ങുക തിരിച്ച്. വളരെ എന്തുവാ മൂക്കും വായോട് കൂട്ടി ഒരു ഒറ്റ ഞെക്കാൻ വിളിച്ചിരുന്നു. ഒറ്റയും കൂട്ടി അങ്ങനെ ഈ രണ്ടു വന്ന അങ്ങനെയാണ് രാമമന്ത്രം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അതല്ല, അത് അല്ലെങ്കിൽ തന്നെ നാരായണയിൽ നിന്നും നമശിവായയിൽ നിന്നുമുള്ള വന്ന രണ്ടക്ഷരങ്ങളാണ് രാമ. ഈ രാമമന്ത്രത്തിന്റെ മാഹാത്മ്യമാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമ്മള് ഇവിടെ ഒരു കാസറ്റ് കഴിഞ്ഞ ദിവസം റെക്കോർഡ് ഇട്ടിരുന്നതിനകത്ത് 12-13 മന്ത്രമുണ്ട്. നമ്മൾ സാധാരണ ജപിക്കുന്നതൊക്കെ മാറ്റം വരുത്തി കൊണ്ടുവരിക. പണ്ടൊക്കെ നമ്മൾ രാമനാമം ജപിക്കാറില്ലേ? ഉണ്ടോ? നമ്മൾ ജപിക്കുന്നവരുണ്ടോ ആരെങ്കിലും? അപ്പോൾ കൈ വർത്തിക്കുക രാമനാമം ജപിക്കുന്നവർ വൈകിട്ട്